പൊന്ന് സുലോചനെ, നീ പറയണതൊന്ന് കേക്ക്. ആ റിപ്പോർട്ടിന്റെ പേരിൽ എന്റെ മോക്ക് നിലവിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ഒന്നില്ലെങ്കിൽ അവൾ ഇത്രയും വർഷമായിട്ട് സിനിമ ഫീൽഡിൽ നിൽക്കുന്ന ആളല്ലേ. ഓ, ഞങ്ങൾ വീട്ടുകാർക്കില്ലാത്ത പ്രശ്നമാണോ നിങ്ങൾ നാട്ടുകാർക്ക്? ആരും പറഞ്ഞിട്ടുണ്ടേ, ഞാൻ വിളിച്ചോളാം. ഇതാണ് നാത്തൂനാ. എന്നാലും എന്റെ ഗീതയെ നമ്മുടെ അനാമിക മോക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. നമ്മുടെ കുടുംബത്തിൽ ആദ്യത്തെ സിനിമ നടിയാണ് എന്റെ മരുമോളാന്നും പറഞ്ഞ് നാട് നീളെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടന്നതിനെ കിട്ടി. എന്റെ നാത്തൂനെ അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്? എല്ലാ യുവനടികളെയും ഒന്നടങ്കം കരിവാരി തേച്ചുകൊണ്ടല്ലേ ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലല്ലേ. കാര്യങ്ങളൊക്കെ മൊത്തം കയ്യിൽ പോയില്ലേ. അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. ഗീതേ, ഇവിടെ എന്തിന്റെ കാര്യമായി ഇരുന്ന് പറയുന്നേ? അപ്പൊ വല്യമ്മ ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞില്ലേ? വല്യമ്മ ക്ഷേമ കമ്മീഷൻ എന്തുവാ? ക്ഷേമ പെൻഷനോ? ഓ, ഈ മാസത്തെ പെൻഷൻ കിട്ടിയില്ല മോളെ. മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം എഴുതണം. ക്ഷേമ പെൻഷൻ അല്ല, ക്ഷേമ കമ്മീഷൻ. ഗീത, നീ അവളോട് കുത്തി കുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചൊന്ന് മനസ്സിലാക്കാറുന്നില്ലേ? ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കുത്തി കുത്തി ചോദിക്കണ കാര്യ നാത്തു പറയണേ? മറ്റേതേ കാസ്റ്റിംഗ് പൗച്ച്. കാസ്റ്റിംഗ് പൗച്ചോ? അതെന്തുവാ? നിനക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ലേ? ഈ സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെയൊക്കെ വലിയ വലിയ ഹോട്ടലിൽ വിളിച്ചു വരുത്തി അഭിനയിക്കാന്ന് പറഞ്ഞ് വലിയ വലിയ വാഗ്ദാനം കൊടുത്തിട്ട് വീട്ടുകാരൊന്നും ആവശ്യം പറയരുത്. കുടുംബത്തിൽ പറഞ്ഞ കൊച്ചാവള്. അവക്കങ്ങനെ ആരുടെ ഭാഗത്തുനിന്നും ഒരു മോശമായിട്ടുള്ള പെരുമാറ്റമൊന്നും ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ അവളുടെ അച്ഛൻ എന്റെ സുഖമായിട്ടെന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മമ്മൂട്ടിനെ പോലെ മോഹൻലാലിനെ പോലെയൊക്കെ വലിയ നടനാവണം. അങ്ങേർക്കും അത് പറ്റിയില്ല. അച്ഛൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയല്ലേ എന്റെ മോള് കഷ്ടപ്പെട്ട് സിനിമയിൽ പിടിച്ചിട്ടില്ല. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മോന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. അവള് അമ്മാവന്റെ മോളാണെന്നതിലുപരി അവര് ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന ആൾക്കാരല്ലേ. അവളെ കെട്ടുകൊള്ളുന്നുള്ള ഒറ്റ രീതിയിലാണ് അവൻ ഇത്രയും കാലം അവളെ മനസ്സിലിട്ട് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഇതൊക്കെ കേട്ടിട്ട് അവൻ എങ്ങനെ സഹിക്കും? ആളുകളുടെ കുത്തുവാക്ക് കേട്ട് എന്റെ മോൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ അതിന്റെ അകത്ത് തന്നെ ഇരിക്കുക. ഓ, പിന്നെ ചേച്ചിയുടെ പറച്ചിലേട്ടതൊന്നും അവന് അല്ലാത്ത സമയത്തൊക്കെ പുറത്ത് ഗവൺമെന്റ് സർവീസിൽ ഓഫീസിൽ സെറ്റപ്പിൽ ഇരിക്കുന്നതാണെന്ന്. അവൻ ആ മുറി വിട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് എത്ര കാലമായി? ആകെ അവൻ പുറത്തിറങ്ങുന്നത് ആ സിനിമ കാണാൻ വേണ്ടി പോവാനല്ലേ. എന്നിട്ട് കണ്ട സിനിമയൊക്കെ കണ്ട് ഉള്ള കുറ്റവും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞ് അത് നശിപ്പിക്കാം. ഇതോ പറയൂലോ അതിന്. ഫിലിം റിവ്യൂ എന്നിട്ട് യൂട്യൂബറാന്നൊരു പേരും. ഇതൊക്കെ സഹിക്കാനുള്ള മനക്കെട്ടേക്ക് അവനുണ്ട്. അതൊക്കെ പോട്ടെ. അനാമിക മോൾ എന്തേ കണ്ടില്ലല്ലോ? അവള് ഇവിടെ ഇല്ല. അവള് മറ്റേ അമ്മൂമ്മ സംഘടനയുടെ മീറ്റിങ്ങിന് പോയേക്കോ. എന്റെ ഭഗവതി, അവള് നീ ആ വീടിന്റെ പുലമുടയിലേക്ക് തന്നെയാണോ വിട്ടേക്കുന്നേ? എന്റെ ദൈവമേ, ഞാൻ ഇതൊക്കെ എങ്ങനെ സഹിക്കും? അതെന്ത് സംഘടനയാ? ഈ അമ്മൂമ്മ സംഘടനയിലൊക്കെ ഞങ്ങളെയൊക്കെ എടുക്കുവോ? വയസ്സായവർക്ക് വേണ്ടിയുള്ളതാണോ ഇത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് പെൻഷൻ കിട്ടുമോ അതിന്? എന്റെ വല്യമ്മേ, ഈ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന ആൾക്കാരുടെ സംഘടനയല്ല. അവിടെ ചെന്ന പെൻഷനൊന്നും കിട്ടാൻ പോണില്ല. തളക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോയിട്ട് നേരെ നിൽക്കാൻ പോലുള്ള ആയതില്ല. മറ്റുള്ള സംഘടനയും ചേരുന്നത്. എന്റെ നാത്തൂനെ അവളെ രാജിക്കത്ത് കൊടുക്കാൻ വേണ്ടി പോയേക്കണതാണ്. നാത്തൂന് അറിയോ എത്ര സങ്കടത്തോടെയാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന്? ഇന്നലെ രാത്രി ഒരു പോള കണ്ണടയ്ക്കാതെ ഇരുന്നാണ് എന്റെ മോളെ കത്തെഴുതി തീർത്തത്. ആ കസേരയിലൊന്ന് ഇരുന്ന് കൊതി തീർന്നുണ്ടായിരുന്നില്ല പാവത്തിന്. അയൽക്കൂട്ടത്തിലെ ശാന്തിയ. ഹലോ ശാന്തി, എന്നെ വിളിച്ചേ? വിലാസിനിയെ, നിന്റെ മരുമോള് ശക്തി ഗ്രൂപ്പിലുണ്ടെന്നാണല്ലോ നാട്ടുകാരൊക്കെ പറയുന്നേ. അനാമിക മോളോ? ഗീതയുടെ ശക്തി ഗ്രൂപ്പിലുണ്ടോ? ശക്തി ഗ്രൂപ്പാ? അതെന്തൊക്കെ ഗ്രൂപ്പ്? അവളതിനകത്തൊന്നുമില്ല. അവളെ കുടുംബത്തിൽ പറഞ്ഞ കൊച്ചാണ്. അവളങ്ങനെയൊന്നും പോകുന്ന ടൈപ്പല്ല. അത് ഈ ആൾക്കാര് കുശുമ്പൂണ്ട് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. പിന്നെ എന്റെ മരുമോളായിട്ട് വരാനുള്ളത് കൊണ്ട് മൊത്തത്തിലൊരു കുശുമ്പ് ഉണ്ടാവും. അതെ ശാന്തി, ഞാൻ ഇപ്പൊ ബാങ്കിൽ നിൽക്കുവാണേ. കുറച്ച് പൈസ എടുക്കാൻ വേണ്ടി വന്നേക്കും. ഞാൻ അയൽക്കൂട്ടത്തില് ശനിയാഴ്ച വരുമ്പോ കാണാം നമുക്ക്.
അപ്പൊ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാവേ. ഇപ്പൊ വെച്ചേക്കാണ്. ദേ അവള് വന്നല്ലോ. നാത്തൂന് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ചു. അമ്മായി പോന്നു. അമ്മായി വന്നിട്ട് ഒരു 10 മിനിറ്റ് ആയുള്ളൂ. മോൾ എവിടെ പോയതാ? ഞാൻ ഇവിടെ കൊച്ചിയിലൊരു ഹോട്ടലിലൊരു ഇതേ കണ്ണിക്കണ്ട ഹോട്ടലിലൊക്കെ എന്റെ മരുമോള് കയറി ഇറങ്ങാന്ന് പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിനൊരു നിലവിലുണ്ട്. അതൊന്നും കളയരുത്. നീ കൊച്ചിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്റെ അമ്മ എനിക്ക് കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ചിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു. ഇത് എന്തിന്റെ ഷൂട്ടായിരുന്നു മോളെ? നമ്മുടെ ചാവറ രസമല്ലേ, രസത്തിന്റെ ആഡാണ്. ഓ, രസത്തിന്റെ പരസ്യമാണോ? സാമ്പാറായിരുന്നില്ലേ നല്ലത്? രസത്തിനോടൊന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ല. ചമേ രസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സാമ്പാറും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് കൊടുത്തോ? വല്ല തുണിയുള്ള ഫോട്ടോ ഒക്കെ ആണോ മോളെ? അതൊക്കെ പോട്ടെ. പുതിയ സിനിമയുടെ കാര്യം എന്തായി? അടുത്ത മാസം ഷൂട്ടിങ് തുടങ്ങുമല്ലേ? ആ സിനിമ നടക്കില്ല. ആ റോള് ഞാൻ വേണ്ടാന്ന് വെച്ചു. നീ ഇങ്ങനെ അഹങ്കാരം കാണിച്ച് കിട്ടണ റോള് മൊത്തം കളഞ്ഞുകൊണ്ട് ഇങ്ങ് പോരട്ടോ. ഇതിപ്പോ എല്ലാ സിനിമയിലും ഹീറോയിന്റെ കൂട്ടുകാരിയായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും റിപ്പോർട്ടറായിട്ടോ, ചുമ്മാ മൈക്ക് നീട്ടാനായിട്ട്, ഏതെങ്കിലും ഒരു പാട്ട് സീരിയലില് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളായിട്ടൊക്കെ എത്ര കാലം വെച്ചിട്ടാ അഭിനയിച്ചു. എനിക്ക് മടുത്ത് ഇതൊക്കെ. എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര അഹങ്കാരമാണല്ലോ. അല്ലെങ്കിലും എന്താ ഞാനൊരു കാര്യം ചെയ്യാം. ഏതെങ്കിലും ഒരു പ്രമുഖ നടനെ കണ്ടുപിടിച്ചിട്ട് അയാൾക്കെതിരെ ഒരു വ്യാജ കേസ് ഉണ്ടാക്കി പരാതി കൊടുക്കാം. അതിന് സോഷ്യൽ മീഡിയയിൽ 2 വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തും പോസ്റ്റ് ചെയ്യാം. ഇപ്പൊ അതാണോ ട്രെൻഡ്? ഇവിടെ വാ, ഇവിടെ വന്നിരുന്നിട്ട് അമ്മയുടെ അടുത്തെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്നേ. എനിക്ക് വേറെ പാടിയുണ്ട്. മോള് വാ, അമ്മ അടുത്ത് വന്നിരിക്കും. വാ. സിനിമയൊന്നും ഇല്ലാതെ ഇവിടെ വെറുതെ തിന്നും കുടിച്ചും കയറിയിരിക്കാണ് എന്റെ പൊന്നു മോളെന്ന് വിചാരിക്കണ്ടാണോ? ഒന്നും പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ച് ആരുടെയും വലിയ വലിയ കേസ് കൊടുത്ത് വൈറലാവാനെങ്കിലും നോക്കും. എന്നിട്ട് വലിയ ന്യൂസ് ചാനലിലും പോയിരുന്ന് വാദിക്ക്, ഒന്ന് സംസാരിക്ക്. അങ്ങനെ ഇരുന്നിട്ട് പോകുമ്പോ നാട്ടുകാരൊന്ന് കാണട്ടെ. എന്തൊക്കെ ഇത് നീ എന്ത് വർത്താനോട് പറയണത്? ഒരു മോളോട് പറയാൻ പറ്റിയ വർത്താനമാണോ ഇത്? മോളെ, അമ്മായി പറയണ കേക്ക്. മോളെ എങ്ങനെയില്ല ആരെങ്കിലും ഒക്കെ ഭീഷണിപ്പെടുത്തിയോ, പേടിപ്പിച്ചോ, സോപ്പിട്ടോ ആ ശക്തി ഗ്രൂപ്പിലൊന്ന് ചെന്ന് കയറി. അവിടെ കയറിക്കിട്ട് ഇഷ്ടം പോലെ ചാൻസ് അല്ലേ. പിന്നെ തിരിഞ്ഞു നോക്കണമല്ലേ ഇതേ? ഞാനൊക്കെ അവിടെ ഒന്നും അല്ലെങ്കിൽ താര കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒന്നല്ലല്ലോ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നോളാം എന്റെ മോള്. മോളെ, നീ നാളെ മുതൽ ജിമ്മിലൊന്നും പോകണ്ട. നമുക്ക് ഈ ഡയറ്റും പരിപാടികളും ഒന്നും വേണ്ട. ഞാൻ വെച്ചുണ്ടാക്കി തന്നതൊക്കെ മോള് കഴിച്ചാൽ മതി. എന്റെ 0 സൈസ്, നീ ഒരു 0 സൈസിലേക്ക് പോകുന്നില്ല. നീ ഒരു 3 മാസം കൊണ്ട് ഒരു 10 കിലോ കൂട്ട്. അതിന് വേണ്ടിയിട്ട് നീ ആട്ട് സൂപ്പോ അതുകൊണ്ടുള്ള വല്ല ലേഹിയോ, മറ്റേ ചൊട്ട ലേഹിയോ, പിന്നെ ഇപ്പൊ മാർക്കറ്റിലുണ്ടല്ലോ മരുത്വ, പഞ്ചജീരക, പരസ്യത്തിലൊക്കെ കാണിക്കാം. അതും വേണമെങ്കിൽ മേടിച്ചു തരാം. 10 കിലോയോ? അയ്യോ, അതിനെന്തിനാ നീ ഇവിടെ വണ്ണം വെപ്പിക്കണേ? ഇവിടെ ഇപ്പൊ കറക്റ്റ് സൈസിലാണല്ലോ ഇരിക്കണത്. ഓ എന്റെ പൊന്നു ആക്കൂലേ, ഇവിടെ ഇനി സിനിമയിലൊക്കെ ചെന്ന് മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുന്നു എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ആകെ ഒരു വഴിയുള്ളൂ, ഇവിടെ ഉദ്ഘാടനത്തിന് പോട്ടെ. അതാകുമ്പോ പിന്നെ വലിയ കോമ്പറ്റീഷൻ ആയിട്ടൊന്നുമില്ലല്ലോ. ആകെ ഇപ്പൊ നിലവിൽ 2 പേരല്ലേ ഉള്ളൂ. അവര് നോക്കിക്കാനൊക്കെ പറ്റും. ഓ അങ്ങനെ പറ. ഒന്നും കാണാതെ ഒന്നും നീ ഇവളെ വണ്ണം വെപ്പിക്കില്ലാന്ന് എനിക്കറിയാം. പറയുന്നത് കേട്ടോ അച്ഛമ്മേ. അതിനെന്തോന്നിനാടി കൊച്ചിനെ നീ വണ്ണം വെപ്പിക്കുന്നേ? സ്റ്റേജിൽ കയറി നിൽക്കുമ്പോ നമ്മള് കാണാനൊക്കെ ആയിട്ട് നല്ല വിടർന്ന് നിക്കണം സ്റ്റേജില്. ആളുകൾ കണ്ണെടുക്കാതെ നോക്കണം. എന്നാലേ ഇനി അടുത്ത ഉദ്ഘാടനമൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഒരു മാസം ഒരു 5 ഉദ്ഘാടനം വെച്ച് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാ കോടികളല്ലേ ഒഴുകാൻ പോകുന്നേ. പിന്നെ ആരാ? കോടീശ്വരി. എന്റെ മോൻ കോടീശ്വരി. അത് ഉദ്ഘാടനത്തിനൊക്കെ പോക്കാട്ടോ. അമ്മയ്ക്ക് അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. അമ്മയ്ക്ക് എന്താ വട്ടായോ? എന്തൊക്കെ വിഡ്ഢിത്തറ വിളിച്ചു പറയുന്നേ? ഇങ്ങനത്തെ ഉദ്ഘാടന പരിപാടിയാവുന്നു. കമ്മീഷനും വേണ്ട, റിപ്പോർട്ടും വേണ്ട, ശക്തി ഗ്രൂപ്പും വേണ്ട, സംഘടനയും വേണ്ട. നമ്മള് ഒന്നും അണിഞ്ഞൊരുങ്ങി അവിടെ വരെ പോവാ, കാര്യം കഴിയുക, പൈസ മേടിക്കുക, തിരിച്ചു വരാം. ഫീൽഡ് ഔട്ട് ആവേയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മേ?